ആഷാഢം പാടുമ്പോൾ എന്നുള്ള പാട്ട് ജസ്റ്റ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ലിപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പോയൊരു പാട്ട്. അത് ട്രാക്കല്ല, അത് സ്ട്രെയിറ്റ് എൻ്റെ ശബ്ദത്തിൽ വരാൻ വേണ്ടി പാടിയതാണ്. ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ ആനന്ദ നൃത്തമാ. ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ അത് മാഷ് അത് എന്നെ കൊണ്ട് പാടിക്കണം എന്ന് ആഗ്രഹിച്ച് ചെയ്തൊരു പാട്ടാണ്. ഈ ഒറ്റ പാട്ട് കിട്ടിയാലും മതിയായിരുന്നു. അതെ, പക്ഷെ അത് നമ്മുടെ വിധി എന്ന് പറയുന്നു. ഭയങ്കര രസമുള്ള സാധനം. ആ ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ. പിന്നെ മോഹൻ സിത്താര എന്നെ പിന്നെ വിളിച്ചിട്ടേ ഇല്ല. ഞാൻ ബാലുവിനെ പരിചയപ്പെടുന്നത് ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ പ്രോഗ്രാമിലാണ്. എണ്ണക്കറുപ്പിന്നേഴഴക്, അതെ, എന്റെ കൺമണിക്കോ നിറയഴക്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങള് കോളേജിലൊക്കെ ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ടുകൾ ഒന്നായി മാറിയത്. അല്ല, ഇന്നലെ എന്താ ഞാൻ ഒരു പ്രോഗ്രാമിന് പോയിട്ട് ആ പാട്ട് എന്താ പാടാൻ അപ്പൊ അത് പാടിച്ചിട്ട് മാഷ് പറഞ്ഞു, ഇത് എന്താ പറയാ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ പ്രൊഡ്യൂസേഴ്സ് സമ്മതിച്ചില്ല. അവർ SP കൊണ്ട് തന്നെ പാടിക്കണമെന്ന്. അങ്ങനെ മാഷ് ഇത് കേൾപ്പിച്ചു, SP ബാലസുബ്രഹ്മണ്യത്തിനെ കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് മാഷിനോട്, അത്രയും നമുക്ക് അത് മതിയല്ലോ, ഇതാരാ പയ്യൻ നന്നായി പാടി, എന്തിനാ അത് മാറ്റുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു വന്നു. ട്രാക്ക് ഇങ്ങനെ പാടി വരുന്നൊരു കാലമായിരുന്നു. அதை நீயே தருவாயே அம்மா என்றழைக்காத ഉയിരില്ലയേ. ചിത്രപാട്ടൊരു പാട്ടില്ലേ, അതിന്റെ ട്രാക്ക് ഞാനാ പാടിയത്. മേരി ആവാസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യവുമാണ്, ഒരു ശാപവുമാണ്. എന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും എനിക്ക് കുറച്ച് കാലം കൂടി പാടാനുള്ളൊരു വോയിസ് എൻ്റെ അത്രയും എന്താ പറയുക, കുറെ കഴിഞ്ഞാൽ നമുക്ക് പാടാൻ പറ്റില്ല. മുറിവേറ്റ പൈകിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൽ തളിർ കൊണ്ടുവാ ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ ചന്ദനക്കാറ്റേ. നമ്മള് ബിജുവേട്ടൻ്റെ പാട്ട്, മണിച്ചിത്രത്താഴിലെ ബിജുവേട്ടൻ്റെ പാട്ട് പറയാം. ബിജുവേട്ടൻ്റെ വേറൊരു പാട്ട്, ഒരു സ്പീഡ് പാട്ടുണ്ട്, മണ്ടിപ്പെണ്ണ് മിണ്ടാപ്പെണ്ണ് ചിങ്കാരി എന്ന് പറയും, മോഹൻ സിത്താര ചെയ്ത അത്. ആ പാട്ടൊന്ന് പാടുമോ? അത് വേറൊരു, അത് മോഹം മനസ്സിലിട്ട മേളം നാടോടി പെണ്ണാണി നിന്നെ ചിങ്ങമാ താല തര 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 തനനന തരന തനനന തനന ഓദാനേ രാരേ നാനേ നാരേ നാനേ രാരേ ഓദാനേ നാനേ താനേ നാനേ താനേ നാനേ തല്ലല്ലല്ലല്ലല്ലല്ലല്ല തനത്ത ഓണം. ഭയങ്കര രസമുള്ള സാധനം. ആ ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ. പിന്നെ മോഹൻ സിത്താര എന്നെ പിന്നെ വിളിച്ചിട്ടേ ഇല്ല. മോശമായി കേട്ടോ. അല്ല, ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും പോയി കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ആ ഒരു പാട്ടോട് കൂടി അവസാനിച്ചു. ചില സമയത്ത് ചില നേരങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. കാരണം അപ്പൊ ഒരു അടിപൊളി പാട്ടായി പോയി എന്ന് മാത്രം. അദ്ദേഹം ഒരുപാട് നല്ല മെലഡി പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ ഒരു പാട്ടേ പാടാൻ പറ്റുള്ളൂ. പക്ഷെ പാട്ടിലേക്ക് വിളിക്കുന്ന അദ്ദേഹം അല്ല വിളിച്ചത്, വേറെ ഈ പറഞ്ഞ പോലെ വടക്കഞ്ചേരിയിലുള്ള ഒരു പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന്റെ ഒരു ശ്രമം കൊണ്ട് നടന്ന. പലരും ഈ മ്യൂസിക് ഡയറക്ടർ വിളിച്ചിട്ടല്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം മുത്തേ നിന്നെ തേടി എന്നുള്ളത് ജോൺസൺ മാഷ് വിളിച്ചിട്ടല്ല അത് പാടുന്നത്. പ്രൊഡ്യൂസർമാർക്ക് അതിലൊരു സേ ഉണ്ട്. ഒരു സിനിമയിൽ ആര് പാടണം എന്നുള്ളതുണ്ട്. അപ്പോൾ അവർ പറയണം ഇന്ന ആളെ കൊണ്ട് പാടിക്കണം എന്ന് പറയുമ്പോൾ അവിടെ അന്നത്തെ കാലത്ത് ചിലപ്പോൾ അത് സമ്മതിക്കേണ്ടി വരും. ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർ ആവാൻ പറയുക, ചിലപ്പോൾ അങ്ങനെ ഇടപെടാത്തവരുണ്ട്. അത് പല സിറ്റുവേഷൻസാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും പാടിയത് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ വടക്കഞ്ചേരിയിലാണല്ലോ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെയുള്ള ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൻ്റെ ഓണേഴ്സൊക്കെ ഉണ്ട്. അവരാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. അപ്പോൾ അവരാണ് ഈ
പാട്ട് ഞാൻ പാടണം എന്ന് പറഞ്ഞ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി ചെന്നൈ വരെ കൊണ്ടുപോയി പാടിച്ചത്. ദാസാറിന് വേണ്ടിയിട്ട് ട്രാക്ക് പാടിയത് രവീന്ദ്രൻ മാഷിന്റെ ഏതൊക്കെ ട്രാക്കുകളാണ് പാടിയിട്ടുള്ളത്? ദാസേട്ടന് ട്രാക്ക് പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, രവീന്ദ്രൻ മാസ്റ്റർ തന്നെ കളിപ്പാട്ടമായി. ആ കളിപ്പാട്ടമായി. ആ ഇതായിരിക്കുന്ന പാടൂ. ഫോട്ടോ അവിടെ ആ ഓ, പുറകെ ഇരിക്കുന്ന ഫോട്ടോ. കുറെ ഇരിക്കുന്ന ഫോട്ടോ അതുമായി ബന്ധപ്പെട്ടാണ്. ഓ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ അവസരം ദാസേട്ടനെ കാണണം എന്ന് പറഞ്ഞ് പോയതാണ്, നടന്നില്ല. അന്ന് അത് നടന്നില്ല. അന്ന് സ്ട്രെയിറ്റ് എൻ്റെ പാട്ട് ദാസേട്ടൻ പാടുന്ന വിചാരിച്ചിരുന്നിട്ട് ദാസേട്ടൻ പാടിയില്ല, എൻ്റെ ശബ്ദത്തിൽ തന്നെ അത് വന്നു. പിന്നെ ഉള്ളൊരു ചാൻസ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ കളിപ്പാട്ടം എന്ന് പറയുന്ന സിനിമയിലെ ട്രാക്ക്. അപ്പോൾ അത് പാടാൻ വേണ്ടി അപ്പോഴത്തേക്കും ഞാൻ രവീന്ദ്രൻ മാസ്റ്റർ വീടിൻ്റെ നേരം മുമ്പിലാണ്. അപ്പം ഞാനും ഉണ്ട്, അതുപോലെ തന്നെ രവീന്ദ്രൻ മാസ്റ്റർ ജ്യേഷ്ഠൻ്റെ മകനും ഉണ്ട്. അദ്ദേഹം അവിടെ പാട്ട് പാടാൻ വേണ്ടി ഒന്ന് നിൽക്കുന്ന ഒരു കാലം. ഞങ്ങൾ വളരെ ക്ലോസ് ആണ് രണ്ടുപേരും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ്, ലാൽ എന്നാണ്, ലാലു എന്നാണ് വിളിക്കുക. മോഹൻലാൽ എന്നാണ് പേര്, പക്ഷെ നമ്മൾ ലാലു എന്നാണ് വിളിക്കുക. ലാലു എൻ്റെ വളരെ നല്ല സുഹൃത്താണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കൊണ്ടുപോയി. അങ്ങനെ അതിൽ ലാലും വേറൊരു ട്രാക്ക് പാടി, ഞാൻ ഈ കളിപ്പാട്ടമായി കൺമണി എന്ന് പറയുന്ന സാധനം ഞാൻ ട്രാക്ക് പാടി. അപ്പോൾ അന്ന് എന്തായാലും ദാസേട്ടൻ വരും, പാടും എന്നുള്ളത് അതൊരു വലിയ സംഭവമായി മാറി. എന്ത് സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാക്കൊക്കെ പാടി. അങ്ങനെ ആ പാട്ട് വേണുനാഗവള്ളി ഉണ്ട്, പിന്നെ ഇപ്പം ബിച്ചു തിരുമലയുണ്ട്, ഇവരൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ പാട്ട് ട്രാക്ക് പാടി ദാസേട്ടൻ വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ദാസേട്ടനെ നേരിട്ട് നമ്മൾ കാണുന്നത്. ഒരു വലിയ ആ കാണുന്നേക്കാൾ കാര്യം ദാസേട്ടൻ ആ മറ്റേ കൺസോളിൽ പോയിട്ട് പാടുന്ന സമയത്ത് നമ്മൾ ഇപ്പുറത്ത് രവീന്ദ്രൻ മാസ്റ്റർ കൂടെ ഈ സ്റ്റുഡിയോ എഞ്ചിനീയറിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ പാട്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ്. ആ ശബ്ദം ആ സ്പീക്കറിലൂടെ വരുമ്പോൾ നമ്മളങ്ങ് തരിച്ചു പോകും. വെറുതെ അല്ല ആൾക്കാർ ഇത്രയും മെസ്മറൈസ്ഡ് ആവുന്നു ദാസേട്ടൻ്റെ ശബ്ദത്തിൽ. കാരണം അതിനൊരു എന്തോ ഒരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എന്താ പറയുക, നമ്മളൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ശക്തി ഉണ്ട്, ഒരു മാന്ത്രികത. അങ്ങനെ സ്റ്റക്കായിരുന്നു ആ ശബ്ദം അതിൽ കൂടെ വരുമ്പോൾ. അപ്പോൾ അത് കേൾക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. നേരിട്ട് ദാസേട്ടൻ, ഞാൻ പാടിയ പാട്ട് പഠിച്ച് ദാസേട്ടൻ പാടുമ്പോൾ നമുക്കൊരു വേറെ എക്സ്പീരിയൻസാണ്. അപ്പോൾ അത് പാടി, ഫസ്റ്റ് വരി പാടി, കളിപ്പാട്ടമായി കൺമണി. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ ദാസേട്ടൻ എഴുതി വലിയൊരു ബുക്കുണ്ട്, ആ ബുക്ക് വെച്ചിട്ടാണ് പാടുന്നത്. 2 വരി കഴിഞ്ഞപ്പോൾ ഈ സ്റ്റാൻഡ് പതക്കവും എന്ന് പറഞ്ഞ് നിലത്തേക്ക് വിടും. നിലത്ത് വീണ് അന്ന് ദാസേട്ടൻ ഭയങ്കര ദേഷ്യമുള്ളൊരു കാലമാണ്. ദാസേട്ടൻ അവിടുന്ന് ഇത്രയും അന്ന് AVMGയിലെ പാടുന്നത്, എന്താണിത് ഇത്രയും വലിയൊരു തമിഴിലാണ് പറയുന്നത്, ഇത്രയും വലിയൊരു സ്റ്റുഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഒരു നല്ല സ്റ്റാൻഡ് വെച്ചുകൂടെ എന്നും പറഞ്ഞ് എൻ്റെ മൂടാകെ പോയി എന്ന് പറഞ്ഞ് അത് അവിടെ പുള്ളി പറഞ്ഞ് ഞാൻ പോവുകയാണ്. അങ്ങനെ ആൾ അവിടുന്ന് ഓടി. അങ്ങനെ സുന്ദരേശൻ അങ്ങനത്തെ ഒരു ഡ്രൈവർ, നല്ല ഹൈറ്റിലൊരാൾ, താടിയൊക്കെ വെച്ച്, പോവാ വണ്ടി എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ദാസേട്ടനും വണ്ടി കയറി. അപ്പോഴേക്കും ഞങ്ങളാകെ ഞെട്ടിപ്പോയി. ഞാനാണ് പാട്ട് കേൾക്കാൻ വന്നിരിക്കുന്നത്, ഇങ്ങനെ ഒരു നമുക്ക് എക്സ്പീരിയൻസ് ആദ്യം ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. രവീന്ദ്രൻ മാഷും ആകെ എല്ലാവരും അവിടെ സ്റ്റക്കായി. അയ്യോ ഒന്നും മാഷ്ക്ക്. പിന്നെ മാഷ് പറഞ്ഞു, പ്രശ്നമാണല്ലോ, ദാസേട്ടൻ പോയി കഴിഞ്ഞാൽ ഇനി നമുക്കിത് സിനിമ ഷൂട്ട് ചെയ്യേണ്ടതാണ്, ദാസേട്ടൻ പോയി നാളെ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ലല്ലോ, അപ്പോൾ നമുക്ക് വാ എന്ന് പറഞ്ഞ് എന്നെ എല്ലാവരും ഓടി കാറിൻ്റെ അടുത്തേക്ക് ഓടി. ദാസേട്ടാ പ്ലീസ്, ഷൂട്ടിംഗ് ആണ്, നാഗവള്ളി ഉണ്ട്, രവീന്ദ്രൻ മാഷുണ്ട്. അപ്പോൾ കെഞ്ചി പറഞ്ഞു, ദാസേട്ടാ പ്ലീസ്, എന്താ പറയുക, നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങനെ കുറേ പറഞ്ഞ് അങ്ങനെ തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ വേറെ വലിയ കനമുള്ളൊരു സ്റ്റാൻഡ്, ഇങ്ങനത്തെ ടൈപ്പ് ഒരു സ്റ്റാൻഡൊക്കെ വെച്ച് അങ്ങനെ ദാസേട്ടൻ വീണ്ടും ആ പാട്ടിലേക്ക് കിടന്ന് വളരെ സന്തോഷമായിട്ട് ആ പാട്ട് പാടി. നല്ല പാട്ടല്ലേ, പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും വേറെ മൂഡായി. കാരണം ദാസേട്ടൻ ഭയങ്കര ഹാപ്പിയായി. ആരാ പാടിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ പയ്യനാണ്, നന്നായി പാടി, നല്ല ശബ്ദം. അപ്പോൾ ഭയങ്കര ഹാപ്പി. അപ്പോൾ ഹാപ്പി ആയതുകൊണ്ടാണ് ഫോട്ടോ കിട്ടിയത്. കാരണം ഇറങ്ങിപ്പോയ മൂഡായിരുന്നെങ്കിൽ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ ഭയങ്കര സന്തോഷവാനായി. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നല്ലൊരു ഫോട്ടോ കിട്ടി. ആദ്യമായിട്ട് ദാസേട്ടൻ്റെ കൂടെ എടുത്ത ഫോട്ടോ ആണ് സ്റ്റുഡിയോന് മറ്റേ AVMGയുടെ മുമ്പിൽ. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ ദാസേട്ടന് വേണ്ടിയിട്ട് പിന്നെ രവീന്ദ്രൻ മാസ്റ്റർ പാട്ട് 2 പാട്ടുകൾ പാടി. എനിക്ക് ഓർമ്മയില്ല. പഴന്തമിഴ് പാട്ടും ഒരു മുறை വന്ന് പാർത്തായ MG രാധാകൃഷ്ണൻ്റെ, പിന്നെ എന്താ പറയുക, SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ഒരു ട്രാക്ക്, മറ്റേ പാൽ നിലാവിലെ. ഇത് ട്രാക്കിന് വേണ്ടിയല്ല, അല്ലല്ല, അത് മറ്റേ ബട്ടർഫ്ലൈസ് മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ വേറെയും പല പാട്ടുകളുണ്ടായിരുന്നു. അതിലൊരു പാട്ട്, ബഹളമുള്ളൊരു പാട്ട്, ഞാനും രവീന്ദ്രൻ മാഷും
പിന്നെ ലാലു ഒക്കെ കൂടി പാടിയ പാട്ടുണ്ട്. എനിക്ക് പാട്ടെന്നെ ഓർമ്മയില്ല. ജയകുമാർ സാറല്ലേ ബട്ടർഫ്ലൈസ് എഴുതി? അതെ. അപ്പം അതിലൊരു പാട്ടുണ്ട്, കാസറ്റിലുണ്ട്. ധിം തകത ധിം തകത ധിം തകത എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. പാട്ടെന്നെ എനിക്ക് ഓർമ്മയില്ല. അത് പാടുമ്പോൾ മാഷ് പറഞ്ഞു, ഇങ്ങനെ ഒരു പാൽനിലാവിൽ എന്നുള്ളൊരു പാട്ടുണ്ട്, ഞാൻ പാടി വെച്ചിട്ടുണ്ട്, പ്രദീപ് ഒന്ന് പാടണം, അത് നോക്കാം, ശ്രമിച്ചു നോക്കാം, ചിലപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം, പ്രദീപിൻ്റെ വോയിസിൽ അത് നമുക്ക് വരുത്താൻ ശ്രമിക്കാം, ഉറപ്പൊന്നുമില്ല എന്നും പറഞ്ഞ് മാഷ് പാടി വെച്ച സാധനം എന്നെ കൊണ്ട് പാടിച്ചു. അപ്പോൾ അത് പാടിച്ചിട്ട് മാഷ് പറഞ്ഞു, ഇത് എന്താ പറയുക, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് സമ്മതിച്ചില്ല, അവർ SP കൊണ്ട് തന്നെ പാടിക്കണമെന്ന്. അങ്ങനെ മാഷ് ഇത് കേൾപ്പിച്ചു, SP ബാലസുബ്രഹ്മണ്യത്തിനെ കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് മാഷിനോട്, അത്രയും നമുക്ക് അത് മതിയല്ലോ, ഇതാരാ പയ്യൻ നന്നായി പാടി, എന്തിനാ അത് മാറ്റുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു വന്നു രവീന്ദ്രൻ മാഷോട്. പക്ഷേ രവീന്ദ്രൻ മാഷ് അല്ലല്ലോ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് പ്രൊഡ്യൂസർമാർക്ക് SP തന്നെ പാടണം എന്ന് പറഞ്ഞ് അങ്ങനെ SPയുടെ ശബ്ദത്തിലാണ് വന്നത്. അത് കുറച്ച് കാലം മുമ്പ് SPയോട് വന്നിരുന്നു, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ പാട്ട് അദ്ദേഹം പാടി, അമ്മായിൻ്റെ അഴയ്ക്കാന്നുള്ളൊരു പാട്ട് പാടി ആളവിടെ തൊട്ടിങ്ങനെ ഇരിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. SPയുടെ മുമ്പിൽ തൊട്ടടുത്ത് പുള്ളി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കുന്ന. അപ്പോൾ അത് പാടാനുള്ള ഭാഗ്യം കിട്ടി, അദ്ദേഹത്തിൻ്റെ തൊട്ടരികിലിരുന്നു. അപ്പം SPക്ക് ഒരു പാട്ട് ട്രാക്ക്, ഇത് മാത്രമല്ല കേട്ടോ, SPക്ക് വേറെ ട്രാക്ക് പാടി. പിന്നെ ദാസേട്ടന് വേണ്ടി ട്രാക്ക് പോയത് SP വെങ്കടേഷിൻ്റെ ഭീഷ്മാചാര്യ. അതാണ് എനിക്ക് തോന്നുന്നത് ചെന്നൈയിലെ എൻ്റെ ലാസ്റ്റ്. അതോടുകൂടി പിന്നെ ചെന്നൈ വിട്ടു, മറ്റേ ആ പ്രോഗ്രാമൊക്കെ നടന്ന് ജോലിയൊക്കെ പോയി. അങ്ങനത്തെ ഒരു ലാസ്റ്റ് പാടിയത് ഭീഷ്മാചാര്യ എന്ന് പറയുന്ന ചിത്രത്തിലെ 2 പാട്ടുകൾ പാടി. ഒന്ന് പറന്നു പൂങ്കുവിൽ എന്ന് പറഞ്ഞ പാട്ടുണ്ട്, അത് എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരിയാണ്. പിന്നെ ചന്ദനക്കാറ്റ്, അത് വളരെ വളരെ ഹിറ്റായൊരു പാട്ടാണ്. ഈ 2 പാട്ടുകൾ ഞാൻ പാടിയിട്ട് അത് യൂസഫ് അലി സാറ് പറഞ്ഞു, ഇത് വെച്ചൂടെ എന്നൊക്കെ ചോദിച്ചു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളിക്ക് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം, പുള്ളി അങ്ങനെ പെട്ടെന്ന് സമ്മതിക്കുന്നില്ല. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ നമ്മളൊന്നും ആരുമല്ല, നമ്മൾ ഒരു പാട്ട് പോലും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അത് നാച്ചുറലി അന്നത്തെ കാലഘട്ടത്തിൽ ദാസേട്ടൻ തന്നെയാണല്ലോ എല്ലാം പാടുന്നത്. ആ ഒരു ഇതിൽ ഇഫക്റ്റിൽ അന്നും ഇപ്പോൾ 2 പാട്ടിൻ്റെയും ട്രാക്കും എൻ്റെ കയ്യിലുണ്ട്. ചന്ദനക്കാറ്റുമുണ്ട്, പറന്നു പൂങ്കുയിലും 2 പാട്ടുമുണ്ട്. ഇതായിരുന്നു ഞാൻ ചെന്നൈയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ട്രാക്ക് ഇങ്ങനെ പാടി വരുന്നൊരു കാലമായിരുന്നു. அதை நீயே தருவாயே அம்மா என்றழைக்காத உயிரில்லையே, അമ്മാവൈ വണങ്ങാതെ ഉയർവില്ലയേ. ഇത് കേൾക്കുമ്പോൾ ദാസാറിന്റെ ശബ്ദം ഇങ്ങനെ നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ കിടപ്പുണ്ട്, ഫിറ്റായി കിടപ്പുണ്ട്. അത് ഈ പാട്ട് ഞാൻ കുറെ കാലം ഈ എന്താ പറയുക, സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, കോയമ്പത്തൂർ വർക്ക് ചെയ്തിരുന്നു പറഞ്ഞില്ലേ, അന്ന് ഈ പാട്ട് ഞാൻ അവിടെ ഒരു വാണി ഓർക്കസ്ട്ര, അതേപോലെ തന്നെ അവിടുത്തെ കോയമ്പത്തൂരിലുള്ള കുറേ എലൈറ്റ് ഓർക്കസ്ട്ര, പിന്നെ മല്ലിശ്ശേരി ഓർക്കസ്ട്ര, ഈ 3 ഓർക്കസ്ട്രകളിലും ഞാൻ ഈ പാട്ട് പാടിയിട്ടുണ്ട്. കാരണം അന്ന് യേശുദാസിൻ്റെ അന്നത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ യേശുദാസ് വോയിസ്, SP വോയിസ്, അല്ലെങ്കിൽ കിഷോർ കുമാർ വോയിസ്, റഫി വോയിസ് എന്ന് പറയുന്ന ചില ആൾക്കാരെ തലയിൽ ഫിറ്റ് ചെയ്യും. താനിത് പാടിയാൽ മതി, തനിക്ക് ഇതാണ് വിധിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പാടിയിരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പാടിയപ്പോൾ യേശുദാസിൻ്റെ വോയിസ് എന്നും പറഞ്ഞ് എൻ്റെ തലയിൽ ചാർത്തി തന്ന ഒരു പാട്ടാണ്. അപ്പം നമ്മൾ ഈ പാട്ട് ഇത് വെച്ചാൽ തുടങ്ങുക, അന്ന് ഈ പാട്ട് ഇറങ്ങിയ സമയം. അപ്പോൾ ഈ ഓർക്കസ്ട്രകളിലൊക്കെ ഞാൻ പല ദിക്കിലും നമ്മളെ ഗസ്റ്റായിട്ട് വിളിക്കും. അപ്പോൾ ഈ പാട്ട് മറക്കാൻ പറ്റില്ല ഈ പാട്ട്. സാറിൻ്റെ ഒരു പാട്ടും കൂടെ, കൈതപ്രം എഴുതിയിട്ടുള്ള അഴകയില്ലേ, അത് പാടണ ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല രസമാണ്. അത് ദൂരദർശനിൽ പാടി തരും. തുറയുണരുമ്പോ മീൻവലകൾ ഉലയുമ്പോ തരിവളയിളകും തിരയിൽ നിൻമൊഴി കേൾക്കേ, ചെന്താരകപ്പൂവാടിയിൽ താലം വിളങ്ങി, 7 കടൽ തീരങ്ങളിൽ ഊഞ്ഞാലൊരുങ്ങി, രാവിൻ ഈണവുമായി
ആരോ പാടുമ്പോൾ ഒരു വെൺമുകിലിനു മഴയിതടേകിയ പൂന്തിരയഴകിനും നിണയഴകാമെന്നഴകേ. പെട്ടെന്ന് പാടാൻ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ഒന്നും ആയിരിക്കില്ല, തെറ്റുകൾ എക്സ്ക്യൂസ് ചെയ്യാം. അത് സാരമില്ല. പലപ്പോഴും നമ്മുടെ ചില ആഗ്രഹങ്ങളെ നമ്മൾ നിത്യജീവിതത്തിലെ ചിലവുകൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ ആദ്യം ഒരു ഹൈപ്പ് ഉണ്ടാക്കി ഇത്രയും വലിയൊരു എക്സ്പോഷർ ഉണ്ടാക്കിയിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ഇത് മാറ്റി വെച്ചതുപോലെ തോന്നിയോ? അത് അങ്ങനെ അല്ലായിരുന്നു വേണ്ടതെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നമ്മളിപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് അയ്യോ ഇങ്ങനെ ആകാമായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമില്ല. കാരണം അത് എനിക്ക് തോന്നുന്നു എന്താണോ നടക്കാനുണ്ടായിരുന്നു നടക്കും. ഇനി നമുക്ക് തിരിഞ്ഞത് വീണ്ടും അതിനെ മാറ്റിയെടുക്കാനും സാധിക്കില്ല. കാരണം എൻ്റെ ആഗ്രഹങ്ങൾ വളരെ ലിമിറ്റഡായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു. സിനിമയിൽ പാടണം, അത് നടന്നു. രവീന്ദ്രൻ മാഷ്, നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരാൾ, അത് ഏറ്റവും വലിയ എന്താ പറയുക, ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ തന്നെ പോയി ചാടി എന്നുള്ളതാണ്. അപ്പോൾ രവീന്ദ്രൻ മാഷിൻ്റെ പാട്ട് എനിക്ക് തോന്നുന്നു ഇനി ഈ കാലത്ത് ആർക്കെങ്കിലും പാടാൻ പറ്റുമോ? രവീന്ദ്രൻ മാഷിൻ്റെ പാട്ട് പാടാൻ പറ്റില്ല, ജോൺസൺ മാഷ് പാടാൻ പറ്റില്ല, മനസ്സിലായില്ല, ഇളയരാജയുടെ പാട്ട്, ഇതൊക്കെ എനിക്ക് പാടാനുള്ള ഒരു ഭാഗ്യം. രാജസാറിന്റെ പാട്ടും കൂടെ നമുക്ക് അല്ല, ഞാൻ പറയാം, ഒരുപാട് പാട്ടുകളൊന്നും പാടിയിട്ടില്ലെങ്കിലും ഇവരുടെയൊക്കെ ശിക്ഷണത്തിൽ പാട്ടുകൾ പാടാനും ഇവരുടെയൊക്കെ ഗൈഡൻസ് കിട്ടാനും ഉള്ള ഒരു വിദ്യാധരൻ മാഷ്, അങ്ങനെ ഇവരൊക്കെ നമ്മുടെ എന്താ പറയുക, ആ കാലഘട്ടത്തിൽ ഇനി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ്. അങ്ങനെ എനിക്ക് കുറേ നല്ല നല്ല ഭാഗ്യങ്ങൾ, ഞാൻ അതിൽ സന്തോഷിക്കുന്ന ഒരാളാണ്. ഒരുപാട് പാട്ടുകൾ പാടിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ പാടിയ കുറേ പാട്ട്, നല്ല പാട്ടുകൾ എനിക്ക് പാടാൻ പറ്റി. പക്ഷെ വിഷമമുണ്ട്, കാരണം എനിക്ക് തോന്നുന്നു ഒരു മോഹൻലാലിൻ്റെ സിനിമയിലോ അല്ലെങ്കിൽ ഒരു മമ്മൂട്ടിയുടെ സിനിമയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളിൽ എൻ്റെ ഈ പാട്ടുകൾ വന്നിരുന്നെങ്കിൽ, ചില പാട്ടുകൾ വന്നിരുന്നെങ്കിൽ, ചില പാട്ടിൽ ഇറങ്ങാത്ത പാട്ടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടാത്ത പാട്ടുകളുണ്ട്. ഇപ്പോൾ ആഷാഢം പാടുമ്പോൾ എന്നുള്ള പാട്ട് ജസ്റ്റ് ബിറ്റ്വീൻ ദി കപ്പ് ആൻഡ് ലിപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പോയൊരു അത് ട്രാക്കല്ല, അത് സ്ട്രെയിറ്റ് എൻ്റെ ശബ്ദത്തിൽ വരാൻ വേണ്ടി പാടിയതാണ്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ എന്തോ ദൗർഭാഗ്യം കൊണ്ട് നടന്നില്ല. അതും എൻ്റെ കയ്യിലുണ്ട്. ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ ആനന്ദ നൃത്തമാ. ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ അത് മാഷ് അത് എന്നെ കൊണ്ട് പാടിക്കണം എന്ന് ആഗ്രഹിച്ച് ചെയ്തൊരു പാട്ടാണ്. കാരണം അത് ട്രാക്കായിട്ടല്ല പാടി, അത് എന്താ കട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് നമ്മളിവിടെ ചേതന സ്റ്റുഡിയോയിൽ. കാരണം അന്ന് ഈ പാട്ടിന് മഴയിലെ പാട്ടുകൾ 2-3 അതിൽ ചിത്രപാട്ടൊരു പാട്ടില്ലേ, അതിൻ്റെ ട്രാക്ക് ഞാനാണ് പാടിയത്. അതും പാടി, പിന്നെ ഈ പാട്ടും പാടി. ഈ പാട്ടിൻ്റെ കമ്പോസിങ് സമയത്ത് ഇവിടെ രാമനിലയത്തിലായിരുന്നു കമ്പോസിങ്. കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഈ പാട്ട് എന്നെ കൊണ്ട് മാഷ് പാടിച്ചത്. അപ്പോൾ അന്ന് മാഷ് ഈ പറഞ്ഞ പോലെ മാഷയിൽ ഒരു ഹാർമോണിയം സ്ഥിരം കാണാം. ഈ ഹാർമോണിയം കുറേ കാലം എൻ്റെ വീട്ടിൽ വന്നു. അതൊരു ചരിത്രമുണ്ട്. കാരണം ഇവിടെ വന്നപ്പോൾ മാഷ് പറഞ്ഞു, പ്രദീപേ, ഈ ഹാർമോണിയത്തിനൊരു കവറില്ല, അപ്പോൾ ഒരു കവർ കിട്ടാൻ വല്ല വഴിയുണ്ടോ? അപ്പോൾ ഞാൻ നോക്കാം മാഷേ എന്ന് പറഞ്ഞു. ഞാൻ ഇനി ഇത് കഴിഞ്ഞാൽ ഈ പാട്ടിൻ്റെ കമ്പോസിങ് കഴിഞ്ഞാൽ റെക്കോർഡിങ്ങിന് വരും, അപ്പോഴത്തേക്കും ശരിയാക്കിയാൽ മതി. അങ്ങനെ ഞാൻ ഈ സാധനം ഹാർമോണിയം കൊണ്ട് വീട്ടിൽ വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഏതാ ഹാർമോണിയം? മാഷിൻ്റെയാണ്. അപ്പോൾ അയ്യോ, അപ്പോൾ നമുക്കിതൊരു കവർ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അച്ഛൻ ഭയങ്കര സീരിയസ് ആയി. അപ്പോൾ അച്ഛൻ ഇതിനു വേണ്ടി ഓടി എന്നിട്ട് ഞങ്ങൾ ഇതിനൊരു കവർ ഉണ്ടാക്കാൻ വേണ്ടി അരനാട്ടുകര ഒരാളെ കണ്ടുപിടിച്ച് പുള്ളിയുടെ കയ്യിൽ കൊടുത്ത്, പുള്ളി വീട്ടിൽ വന്ന അളവൊക്കെ എടുത്ത് അതിനൊരു കവറൊക്കെ ഉണ്ടാക്കി അടുത്ത തവണ മാഷ് വന്നപ്പോൾ തിരിച്ചത് കവറോടുകൂടി തിരിച്ചു കൊടുത്തു. കുറേ കാലം മാസ്റ്റർ ഒരു ഹാർമോണിയം വീട്ടിലുണ്ട്. ഈ പുൽനാമ്പിൽ മഴയുടെ തേൻ സന്ദേശം, ഇനി മുതൽ ഈ പുൽനാമ്പിൽ മഴയുടെ തേൻ സന്ദേശം, ശ്രുതിലയ ഹൃദയമുഖരിത ജലതരംഗം, അമൃതതരളിത നവവികാരം, കുസുമഭംഗികളുയിരിലലിയും. ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ ആനന്ദ നൃത്തമാടുമ്പോൾ, വെള്ളാരം മുത്തം കൊണ്ടാകാശം പ്രേമത്തിൻ കൈക്കുമ്പിൾ നീട്ടുമ്പോൾ, മനസ്സിലും മൃദംഗമം ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ ആനന്ദ നൃത്തമാടുമ്പോൾ. അടിപൊളി. ഇത് പറഞ്ഞില്ലേ, ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യം, നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയുമ്പോഴേ
ഈ ഒറ്റ പാട്ട് കിട്ടിയാലും മതിയായിരുന്നു. അതെ. പക്ഷെ അത് നമ്മുടെ വിധി എന്ന് പറയില്ലേ. അപ്പം മാഷ് ശ്രമിക്കാതെയല്ല. പക്ഷെ ഇങ്ങനെ പല ഇൻസിഡൻസും ഉണ്ടായിട്ടുള്ള സിനിമയിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കൊന്നും ചെയ്യാൻ മാഷ് പലപ്പോഴും ഒരു വിളിച്ചു കഴിഞ്ഞിട്ട് ഫോണിൽ കൂടെ വിഷമം പറയും. പ്രദീപേ അത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്ന് പറഞ്ഞ് പേഴ്സണലായിട്ട് വിളിക്കുമ്പോൾ മാഷ് ഇങ്ങനെ പറയും. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രാജാ സാറിലേക്ക് എങ്ങനെ എത്തിയേ? രാജാ സാറിൻ്റെ കഥ ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഇതാണ്. കാരണം ഈ പാട്ട് പാടാൻ വേണ്ടി ഞാൻ, ബിജു നാരായണൻ, MD രാജേന്ദ്രൻ, ജോണി സഗരികയാണ് എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഞങ്ങൾ 4 പേരെയും കൂടി ഇവിടുന്ന് ഫ്ലൈറ്റിൽ അങ്ങോട്ട് കൊണ്ടുപോയി ചെന്നൈക്ക്. എന്നിട്ട് അവിടെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ താമസിക്കുക. അത് കഴിഞ്ഞ് അവിടെ താമസിച്ച് ഈ ഭരതേട്ടൻ്റെ കയ്യിലാണ് ഈ ട്രാക്ക് ഇരിക്കുന്നത് സിനിമയുടെ. ഈ ഭരതേട്ടനെ ആണെങ്കിൽ മഷി ഇട്ടാൽ കിട്ടില്ല. പുള്ളി വിളിച്ചിട്ട് എടുക്കുന്നില്ല. പുള്ളി മറ്റേ ചേച്ചി വിളിച്ച് പോകണം അങ്ങേരെ എങ്ങോട്ടോ ആരുടെ കൂടെ മറ്റേ ഇവിടെ പോയി അവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി അവൻ ഭ്രാന്ത് പിടിച്ചു തുടങ്ങി ജോണി സഗരിക്ക്. ഉറങ്ങുമല്ലോ. ഒരാഴ്ച ഒരാഴ്ച ഞാനും ബിജും ഇവിടെ അങ്ങനെ ഒരു ഹോട്ടലിൽ വെറുതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, പാട്ട് പാടാൻ പറ്റാതിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഭരതേട്ടൻ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഭരതേട്ടൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അങ്ങനെ ഭരതേട്ടൻ്റെ കയ്യിലാണ് ഇതിൻ്റെ സംഭവം ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ധാരണ അങ്ങനെ ഭരതേട്ടൻ അയ്യോ എൻ്റെ കയ്യിലൊന്നും അല്ല, രാജയുടെ കയ്യിലാണ്. കാരണം അതിൻ്റെ ഇത് ഓൾറെഡി ഒരു തെലുങ്ക് സിനിമയാണ്. ആ തെലുങ്ക് സിനിമയിൽ മനോ ചിത്രയും പാടിയിരിക്കുന്നു. അതിൻ്റെ മലയാളം വെർഷനാണ് ഈ മഞ്ജീരധ്വനിയുടെ പാട്ടുകൾ. അപ്പോൾ അങ്ങനെ എന്താ പറയുക കുറേ അവിടെ എന്താ പറയുക ഇത് പാട്ട് എവിടെ, ഇതെവിടെ, ട്രാക്ക് എവിടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഒരു കമോഷൻ ഉണ്ടായി. അങ്ങനെ ഒരു ആഴ്ചയിൽ കൂടുതൽ ഞങ്ങൾ അവിടെ ഈ പാട്ട് പാടാൻ വേണ്ടി അവിടെ താമസിച്ചു, വെറുതെ താമസിക്കുക. അത് കഴിഞ്ഞ് അവസാനം പാട്ട് കിട്ടി. അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ രാജാ സാറ് വരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുമ്പോൾ രാജാ സാറ് പറഞ്ഞു ഞാനില്ല, എനിക്ക് വേറെ പണിയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഭരതം ചേട്ടൻ പറഞ്ഞു ഞാൻ പാടിക്കാം. അങ്ങനെ നമ്മൾ ചോദിച്ചു ഭരതേട്ടനും രാജാ സാറിൻ്റെ പാട്ട്. അപ്പോൾ ഇത് ഓൾറെഡി പാടി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഈ പാട്ട് എന്നെ കേൾപ്പിച്ചു. മനോ ചിത്രയും കൂടി പാടി വെച്ചിരിക്കുന്ന ഒരു വല്ലാത്തൊരു ഒരു വ്യത്യസ്തമായിട്ടൊരു പാട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു പാട്ട് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കേൾക്കുന്നത്. ടിപ്പിക്കൽ രാജാ സാറിൻ്റെ ഒരു കളറൊക്കെ ഉണ്ട് പാട്ടിൽ. പക്ഷേ നമ്മുടെ മലയാളത്തിലൊന്നും കേൾക്കാത്തൊരു ടൈപ്പ് പാട്ടാണ്. അപ്പോൾ ഇതാണ് തനിക്ക് പാടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി പാടാം എന്ന് പറഞ്ഞു. അങ്ങനെ ചിത്രം അവിടെ വന്നിട്ടുണ്ട്, പാടാൻ വേണ്ടി വന്നിട്ടുണ്ട്, ഞാനും ഉണ്ട്. അങ്ങനെ എൻ്റെ ഭാഗം ഞാൻ പാടി. അതിൽ കുറച്ച് മിമിക്രി ഒക്കെ ഉണ്ട് പാട്ടിൽ. ഒരു ഭൂതത്തിൻ്റെ ശബ്ദവും പ്രേതത്തിൻ്റെ ശബ്ദവും ഒക്കെ ഞാൻ ഉണ്ടാക്കി. കാരണം അതിൽ ആ പാട്ടിൽ അങ്ങനെ മനോ ചെയ്ത പോലെ ഞാനും ചെയ്യാൻ ശ്രമിച്ച് കുഴപ്പമില്ലാതെ. ഭരതേട്ടനാണ് ഈ പാട്ട് എല്ലാം ഇങ്ങനെ പാടണം അങ്ങനെ പാടണം. അപ്പം ഞങ്ങൾക്ക് അത്ഭുതമായിട്ടോ. ഞങ്ങൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഭരതേട്ടൻ ഒരു മ്യൂസിക്കൽ സെൻസ് എന്ത് സെൻസാണ് പുള്ളിക്ക് ഇല്ലാത്ത എന്നുള്ളത് മാത്രമേ. എല്ലാ തമാശ പുള്ളി ഭയങ്കര അങ്ങനെ സീരിയസേ അല്ല, കളിയാക്കിക്കൊണ്ടിരിക്കും, തമാശ പറയും. പുള്ളി കാണുന്നത് സീരിയസേ അല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നാൽ പുള്ളിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ പാട്ട് അങ്ങനെ ഞാൻ പാടി. ചിത്ര കയറി പാടി തുടങ്ങിയിട്ട് ഒരു പോർഷൻ അവിടെ ഒരു ജമ്പതാളം ഇങ്ങനെ ഇത് ഈ സ്പീഡിലല്ല, ഈ സ്പീഡിലാണ്. അപ്പോൾ എന്ത് ചെയ്തിട്ടും ചിത്രയ്ക്ക് അത് ആ താളം കറക്റ്റായിട്ട് അവിടെ അത് വരുന്നില്ല. ആ ഭാഗം വരുമ്പോൾ എത്ര പാടിയിട്ടും തെറ്റിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇത് എന്താ പറയുക മോശമായി വരിക എന്നുവെച്ചാൽ പാടുന്ന മൊത്തം ആകെ കോൺഫിഡൻസ് പോയി. അപ്പം ഞാനിവിടെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പാട്ടാണ് ചിത്രയുടെ കൂടെ ഒരു ഡുവറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. സ്റ്റുഡിയോയിൽ ആളുടെ അടുത്തിരിക്കുക, ഞാൻ കൺസോളിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിയ ആൾക്ക് പക്ഷെ ഒരു വിഷമമൊന്നുമില്ല. ഞാൻ നോക്കി പറഞ്ഞു പ്രദീപ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. അത് ചില സമയത്ത് ഈ പാട്ട് പാടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാം എവറിത്തിങ് നമ്മുടെ തലയിലാണ്. നമ്മുടെ ഒരു മൂഡ് പോയി കഴിഞ്ഞാൽ എല്ലാം പോയി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇത് മൂഡ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് എനിക്കപ്പം മനസ്സിലായി. അപ്പോൾ ഞാൻ നമ്മുടെ മനസ്സിൽ ചിത്ര, ദാസേട്ടൻ ഇവരൊക്കെ പെർഫെക്ഷൻ്റെ ആൾക്കാരാണ്. ഇവർക്ക് നമ്മുടെ ധാരണയാണോ തെറ്റിദ്ധാരണയാണോ അറിയില്ല. ഒരു പുതിയൊരു ഇവരൊന്നും തെറ്റിക്കില്ല, ഇവർക്ക് തെറ്റുപറ്റേ എന്നപ്പോൾ ഇവരും മനുഷ്യരാണ്, ഇവർക്കും തെറ്റുപറ്റാം, ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇവർക്കും വരാം, ഇവരും മനുഷ്യരാണെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് ബോധ്യം വരുന്നത്. അതുവരെ നമുക്ക് ആ ബോധ്യമില്ല. നമ്മുടെ മനസ്സിൽ ഇവരൊക്കെ എന്താ പറയുക ദൈവങ്ങളാണ്, മനസ്സിലായി? നമ്മൾ അങ്ങനെയാണല്ലോ അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിത്ര ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഞാൻ ചിത്ര ചിരിച്ചിട്ട് പറയാം ഇതൊക്കെ സംഭവിക്കുന്ന കാര്യം ഇതൊക്കെ എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ഭരതേട്ടൻ കട്ട് മറ്റേ നമുക്ക് സ്റ്റോപ്പ്, നമുക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബ്രേക്ക് ചെയ്തു.
അങ്ങനെ അപ്പോൾ ചിത്ര പറഞ്ഞു എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വല്ല ഭക്ഷണം കഴിക്കാൻ പോകണം എവിടെയാണ്. അപ്പോൾ ബിജു അങ്ങനെ കാണാനില്ല. ബിജു പിന്നെ ബിജുവിൻ്റെ പാട്ട് വരും, ബിജുവിന് അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എവിടേക്കോ പോയി. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു കഴിക്കാൻ വേണ്ടി എവിടേക്കെങ്കിലും പോകണം, ഒരു കാര്യം ചെയ്യാം എൻ്റെ വീട്ടിലേക്ക് പോകാം പറഞ്ഞു. അങ്ങനെ ചിത്രയുടെ വീട്ടിലേക്ക് എന്നെ ആളുടെ കാറിൽ കൊണ്ടുപോയി. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കണം. അപ്പോൾ അവിടെ വെച്ച് രണ്ടാമത്തെ ഒരു നമ്മുടെ എന്താ പറയുക പ്രീ കൺസീവ്ഡ് നോഷൻസ് തെറ്റുന്നതാണ്. തൈര് കഴിക്കാൻ പാടില്ല എന്ന് നമ്മുടെയൊക്കെ ധാരണതാ. ഞാൻ കുറേ കാലം തൈര് കഴിക്കാറില്ല, എന്തോ വലിയ സംഭവമാണ്. ആളാണെങ്കിൽ തൈരൊക്കെ ഇട്ട് ചോറൊക്കെ ഇട്ട് കഴിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു പാട്ടുകാർ തൈര് പിന്നെന്താ എനിക്ക് തൈരില്ലെങ്കിൽ ഇറങ്ങുകയില്ല. അപ്പം ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണകളൊക്കെ പൊളിഞ്ഞ് പാളീസായ ദിവസമായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ തൈര് കഴിക്കുന്നു. അപ്പോൾ തൈര് കഴിച്ചു, ചോറ് കഴിച്ചു, അങ്ങനെ അവിടുന്ന് ചിക്കൻ കഴിച്ചു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു പോന്നു. ഫസ്റ്റ് ടേക്കിൽ ആൾ പാടി, ഫസ്റ്റ് ടേക്കിൽ ഓക്കെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മനസ്സാണ് ഈ പാട്ട് പാടുന്ന ഒരാളുടെ ഏറ്റവും വലിയ ഇത്. അത് നമ്മുടെ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് സ്ഥിതി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും പറ്റില്ല. അപ്പോൾ അതിനെ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ്. പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ യു നീഡ് ടു ഹാവ് വെരി എന്താ പറയുക ക്ലിയർ മൈൻഡ്. നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം, എന്നാലേ നമുക്ക് പാടാൻ പറ്റുള്ളൂ. കാരണം അതിലൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാണെങ്കിൽ അവിടെ എല്ലാം തകിടം പറയും. അപ്പോൾ അതൊരു നല്ലൊരു ലെസൺ കൂടിയായിരുന്നു എനിക്ക്. തീർച്ചയായിട്ടും അതെ, നല്ലൊരു ലെസൺ ആയിരുന്നു. ഇനി ഒരു ലെസൺ പറയേണ്ടത് ബാലഭാസ്കറിനെ കുറിച്ചാണ്. ബാലഭാസ്കറിനെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാലുവിനെ പരിചയപ്പെടുന്നത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ പ്രോഗ്രാമിലാണ്. എണ്ണക്കറുപ്പിന്നേഴഴക് അതെ, എൻ്റെ കൺമണിക്കോ നിറയഴക്. അപ്പോൾ ബാലു വന്നത് സുനിധി ചൗഹാൻ പിന്നെ നമ്മുടെ ദിവ്യ ഓണി ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈസ്റ്റ് കോസ്റ്റ് കിലുക്കം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്ന ആദ്യം. അന്ന് മറ്റേ മഞ്ജു വാര്യറും പ്രേംകുമാറും പിന്നെ കൈതപ്രം തിരുമേനിയും ഒക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്. ലോഹിതദാസ് അങ്ങനെ പലരും ഉണ്ട്, വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വിജയത്തിന് ശേഷം വീണ്ടും ഞാൻ പോയി. അങ്ങനെ കുറേ പരിപാടി ഈസ്റ്റ് കോസ്റ്റിൻ്റെ കുറേ പരിപാടി. അപ്പോൾ ഈ സുനിധി ചൗഹാനെയും കൊണ്ട് ഒരു പരിപാടി ചെയ്തപ്പോഴാണ് ബാലു അന്ന് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ഒരു തമാശക്കാരനായിട്ട്, അപ്പോൾ ചെറിയ പയ്യനായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ബാലുവിനെ കളിയാക്കും, ബാലുവും സുനിധിയായിട്ടൊരു ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇല്ലെങ്കിലും വെറുതെ ഇങ്ങനെ അങ്ങനെ ബാലു ഇപ്പം ഇങ്ങനെ നാണിച്ചൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പക്ഷെ ബാലു വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഈ മ്യൂസിക് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ബാലു വയലും വായിക്കാനും ഒക്കെ വേണ്ടിയാണ് വന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ നിനക്കായി എന്ന് പറയുന്ന പാട്ടുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ നിർബന്ധത്തിലാണ് ബാലു സംഗീത സംവിധായകനായി മാറുന്നത്. അപ്പോൾ അതൊരു വേറൊരു ഫേസായി. ബാലു വയലിനിസ്റ്റ് എന്നുള്ള ലെവലിൽ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇവിടെ കുണി നടക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ആ ഇതിന്ന് മാറി പുള്ളി സംഗീത സംവിധായകനായി. അങ്ങനെ ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ് പുള്ളി ചെയ്യുന്ന ആദ്യത്തെ ആൽബമാണ് നിനക്കായി. അന്ന് ഇത് ഇറങ്ങിയ സമയത്ത് അത്ര വലിയ ഹിറ്റും പരിപാടിയൊന്നും അല്ല, കാരണം ആരും അധികം അറിഞ്ഞിട്ടില്ല. അപ്പോൾ പുള്ളി നല്ലോണം അതിന് പബ്ലിസിറ്റി കൊടുത്ത് പിന്നെ പാട്ടുകളുടെ ഗുണം കൊണ്ട് അങ്ങ് കേറി വന്നു. എന്താ പറയാ സത്യം പറഞ്ഞ കെയറിങ് വന്നു. നിനക്കായാലും മമ്മൂക്കയുടെ വോയിസ് ഉണ്ടായിരുന്നു ആദ്യമായി. ഇതിൽ മോഹൻലാലായിരുന്നു, ആരും ഉണ്ടായിരുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ ഇതില് ദാസേട്ടൻ ഇല്ല എന്നുള്ളൊരു ഇതുണ്ട്. ദാസേട്ടൻ ഇല്ലാതൊരു ആൽബം അതെങ്ങനെ വിജയിക്കും? അത് വലിയൊരു സംഭവമല്ലേ. ദാസേട്ടൻ്റെ ശബ്ദമില്ല. അന്നത്തെ കാലത്ത് വിശ്വസിക്കാനേ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ദാസേട്ടൻ ഒരു നിർബന്ധമായിട്ടും വേണം എന്നുള്ളതിൽ അതിൽ ദാസേട്ടനേ ഇല്ല. ഇതിൽ ബാക്കിയെല്ലാം ജയേട്ടനുണ്ട്, ഉണ്ണിമേനോനുണ്ട്, ബിജു നാരായണുണ്ട്, സംഗീതയുണ്ട്, അങ്ങനെ പലരും പാടിയിട്ടുണ്ട്. അതിൽ ഈ പാട്ട് എണ്ണക്കറുപ്പിന് ഏഴഴകെന്ന് പറഞ്ഞൊരു പാട്ട് എനിക്കും കിട്ടി. അന്ന് ഞാനിപ്പോൾ പാട്ട് പാടി അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഇത് വലിയ സംഭവമായി മാറുന്നൊന്നും അറിയില്ല. ആ കാസറ്റിൻ്റെ രണ്ടാം സൈഡിലുള്ളൊരു പാട്ടായിരുന്നു. പക്ഷെ നല്ലൊരു പാട്ടും നല്ല വരികളും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോളേജിലൊക്കെ ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ടുകൾ ഒന്നായി മാറിയത്. അല്ല ഇന്നലെ എന്താ ഞാൻ ഒരു പ്രോഗ്രാമിന് പോയിട്ട് ആ പാട്ട് എന്താ പാടാൻ ചോദിച്ചു. അപ്പോൾ അതിപ്പോഴും ആൾക്കാർ ഓർക്കുന്നുണ്ട്. കോളേജുകളിൽ ഇപ്പോഴും ഈ പിള്ളേർക്കും ഒക്കെ ഈ പാട്ട് നമ്മൾ പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനൊരു കാലഘട്ടമില്ല പാട്ടിന്. പക്ഷെ അന്നും ഇന്നും ചില പാട്ടുകൾ അങ്ങനെയാണ്. അതെനിക്ക് പാടാനുള്ളൊരു അവസരം അല്ലെങ്കിൽ ഭാഗ്യം കിട്ടി എന്നുള്ളൊരു വലിയ കാര്യം തന്നെ. ആ പാട്ട് പാടിയിട്ട് ബാക്കി ബാലുവിന്റെ വിശേഷമാണ്. ആദ്യത്തെ നോട്ടത്തിൽ കുസൃതിക്കാരി, പിന്നെ ഞാൻ കേട്ടതോ വാശിക്കാരി. ആദ്യത്തെ നോട്ടത്തിൽ കുസൃതിക്കാരി, പിന്നെ ഞാൻ കേട്ടതോ വാശിക്കാരി. നേരിട്ടു കണ്ടപ്പോൾ കുറുമ്പുകാരി,
അടുത്തു ഞാൻ അറിഞ്ഞപ്പോൾ തൊട്ടാവാടി അഴകേ മിഴിയഴകേ നീ എനിക്കെന്നും നിറ പൗർണമി എണ്ണക്കറുപ്പിന്നേഴഴക് എൻ്റെ കൺമണിക്കോ നിറയഴക്. പ്രതിവേട്ടൻ്റെ വോയിസിൻ്റെ ടെക്സ്ചർ കറക്റ്റ് കോപ്പി ചെയ്ത് ഫിറ്റ് ചെയ്ത പാട്ട് ഇതാണ്. എനിക്ക് തോന്നുന്നു ഇതേപോലെയുള്ള കുറേ പാട്ടുകൾ കിട്ടണമായിരുന്നു. ഈ ടെക്സ്ചറുള്ള പാട്ടുകൾ ഭയങ്കരമായിട്ട് യോജിക്കുകയും ഇല്ലെങ്കിൽ നമ്മൾ അത്രയും അത് ആസ്വദിക്കുകയും കേട്ടോ, അത് ചെയ്യുമായിരുന്നു. നമ്മുടെ നോർമൽ ശ്രുതിയല്ല, കുറച്ച് കയറിയ ശ്രുതി. അതാണ് ഈ ടെക്സ്റ്റ്. നമ്മൾ ഈ സി അല്ലെങ്കിൽ ചില സ്ഥിരം ഇതുണ്ടല്ലോ, പിച്ചിൽ പാടുന്ന സമയത്ത് നമുക്ക് വോയിസിൻ്റെ ടെക്സ്റ്റ് വരും. നമ്മൾ വേറൊരു പിച്ചിൽ പാടുന്ന സമയത്ത് അങ്ങനെ പാടുന്ന പാട്ടുകൾ നമുക്ക് നമ്മുടെ വോയിസിന് നാച്ചുറലി വേറൊരു, ഞാൻ സന്ദീപ് ചൗട്ടയുടെ കാര്യം പറഞ്ഞില്ലേ, അത് അങ്ങനെയുള്ളൊരു പരീക്ഷണം നമ്മുടെ അവിടെ പലപ്പോഴും നടക്കുന്നില്ല. അതാണ് ഒരു കാര്യം. ഒരു സിംഗറിൻ്റെ എല്ലാ റേഞ്ചും എന്തൊക്കെ പാടാൻ പറ്റുന്നുള്ളത് എന്നെ സത്യം പറഞ്ഞാൽ ആരും ഇവിടെ പാടിച്ചിട്ടില്ല. ഇപ്പോൾ ന്യൂജൻ ജനറേഷനിൽ ഒരാളുടെയും പാട്ടുകൾ, രതീഷ് വേഗ ഒഴികെ വേറെ ഒരാളുടെ പാട്ടും ഞാൻ പാടിയിട്ടില്ല. ബാലഭാസ്കർ പാടിയിട്ടുണ്ട്. ബാലു പിന്നൊരു ന്യൂജൻ എന്ന് പറയാൻ പറ്റില്ല. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ആരും എന്നെ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല. അപ്പോൾ എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ മുകളിലാണ് തോന്നുന്നത് ഞാൻ ഇങ്ങനത്തെ പാട്ടേ പാടൂ. അല്ലെങ്കിൽ നമ്മൾ പഴയ ഹിന്ദി പാട്ടും ഒക്കെ പാടി വന്നു. അപ്പോൾ പുള്ളി പഴയ ഹിന്ദി പാട്ടുകാരൻ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലാണ്. എനിക്ക് തോന്നുന്നു മേരി ആവാസ് ശരിക്കും പുറകോട്ട് വലിച്ചിട്ടുണ്ടാവും. ആയിരിക്കാം. പാട്ടിന്റെ ഒരു ഷോ സത്യമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാതെ അവിടെ ചെന്നൈയിൽ ഈ ട്രാക്കൊക്കെ പാടി വന്നിരുന്ന ഈ ഒരു പ്ലേ ബാക്ക് സിംഗറായിട്ട് പതുക്കെ 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 അതിലേക്ക് വന്നിരുന്നേനെ. ഈ മേരി ആവാസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യവുമാണ്, ഒരു ശാപവുമാണ് എന്ന് പറയാം അല്ലേ? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഭാഗ്യവുമായിരുന്നു, ആ ഒരു ശാപവുമായി സത്യം പറഞ്ഞത്. അപ്പോൾ അതിനൊക്കെ തുടക്കം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഷിപ്പ് യാത്രയാണ്. ആ ഷിപ്പ് യാത്ര കഴിഞ്ഞോട് കൂടിയിട്ടാണ് എൻ്റെ ജോലി അവിടെ പോകുന്നതും. പിന്നെ ചെന്നൈ ആ ട്രാക്കൊക്കെ പാടി ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് മാറി ട്രാക്ക് മാറിപ്പോകുന്നു. മാറിപ്പോയത് എന്തൊരു ഇതല്ലേ, വളരെ ആലോചിക്കുമ്പോൾ അത് ഒരു എൻ്റെ ജീവിതത്തിലെ എന്തൊക്കെ ചേഞ്ചുകളാണ് വന്നിരിക്കുന്നു എന്നുള്ളത്. ഒരുപക്ഷെ ആ കപ്പൽ യാത്ര നടത്തിയില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന് എനിക്ക് തോന്നി. എന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും എനിക്ക് കുറച്ച് കാലം കൂടി പാടാനുള്ളൊരു വോയിസ് എൻ്റെ അത്രയും എന്താ പറയുക, കുറേ കഴിഞ്ഞാൽ നമുക്ക് പാടാൻ പറ്റില്ല. അല്ലെങ്കിൽ കുറച്ച് ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ 58 ആണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് കുറച്ച് കാലം കൂടി നമുക്ക് നമ്മുടെ വോയിസ് നമ്മുടെ നിലനിൽക്കും, യങ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ കുറേ കഴിഞ്ഞാൽ നാച്ചുറലി നമ്മുടെ ഹ്യൂമൻ വോയിസ് അല്ലേ, മനുഷ്യൻ്റെ ശബ്ദമല്ലേ, പ്രായം അതിനെ പതുക്കെ 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 കീഴടക്കും. ഈ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല, പറയൂ, ആ വിശേഷം പറയും. മക്കൾ കുടുംബം എന്ന് പറഞ്ഞാൽ വൈഫ് വെറ്റിനറി ഡോക്ടറാണ്. വൈഫ് പാടൊന്നുമില്ല കേട്ടോ, പക്ഷെ ആസ്വദിക്കും. കാരണം എൻ്റെ യാത്രയിലൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. മേരി ആവാസ് സുനു മുതൽ. പിന്നെ ഐശ്വര്യ മേരി ആവാസ് സുനുവിൻ്റെ സമയത്ത് ജനിച്ച ഒരാളാണ് ഐശ്വര്യ. അതെ, പാട്ട് പാടില്ലേ? പിന്നെ പാടും. ഐശ്വര്യ പാട്ട് പാടും. പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്ന കുറേ സാധനങ്ങൾ കണ്ടില്ലേ, ആൾക്ക് കിട്ടിയ സമ്മാനങ്ങളാണ്. അവളുടെ ഐശ്വര്യം കൊണ്ട് കിട്ടിയ കുറേ നേട്ടങ്ങളാണ്. അവൾ നന്നായി പാടും, കമ്പോസ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ കവിതയൊക്കെ എഴുതുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി പാടുന്ന ഒരാളാണ്. അവൾ ബോംബെയിൽ വർക്ക് ചെയ്യുന്നു. അവൾ വേറൊരു ലൈനെ ചൂസ് ചെയ്ത് അവളുടെ കരിയറായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് പോളിസി എന്ന് പറയുന്നൊരു കോഴ്സാണ് അവൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ WRI എന്ന് പറയുന്നൊരു വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന അമേരിക്കൻ NGO ആണ്, അതിലാണ് വർക്ക് ചെയ്യുന്നത്. മകൻ MBA പഠിക്കുന്നു ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. ഇപ്പോൾ കഴിയാറായി. ഇങ്ങനെയാണ് എൻ്റെ കുടുംബം. അപ്പോൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ മെയിൻലി ഇപ്പോൾ പാട്ട് പാടുക എന്തൊക്കെയാണ് പരിപാടി? ഈ സ്റ്റേജ് പ്രോഗ്രാംസ് അല്ല. ഞാൻ എന്താ പറയുക, പാട്ട് എൻ്റെ ജോലി അവസാനിച്ച ആ ഒരു കരിയർ അവസാനിച്ചതോടുകൂടി ഞാൻ ഫ്രീ ആയി. അപ്പോൾ കഴിഞ്ഞ മാർച്ചിലാണ് ഞാൻ IHRDയിൽ നിന്ന് റിട്ടയർ ചെയ്ത്, പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു കേട്ടോ. അപ്പോൾ ഈ പാട്ടുമായി ബന്ധപ്പെട്ട കുറേ IHRDയിൽ ഉള്ള സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു, എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. അവിടെ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ഓഡിയോ എഞ്ചിനീയറിംഗ് കോഴ്സ് ഞാൻ കൊണ്ടുപോകും. അത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതിൽ ഗവൺമെൻറ് ലെവലിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ IHRDയിൽ MA ബേബി സാർ എൻ്റെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ്, പഴയ സ്വരലയ ഉള്ള പരിചയം. അതെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന് പാട്ടിനോടൊരു താല്പര്യമുള്ളതുകൊണ്ട് എന്നെ ഒരു കമ്മിറ്റിയിലൊക്കെ ഇട്ടു. ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ബാലസുബ്രഹ്മണ്യം സാർ മൃദംഗം വായിക്കുന്നത്, മരിച്ചുപോയി അദ്ദേഹം, ട്രിവാൻഡ്രം മ്യൂസിക് കോളേജിൽ ഉണ്ടായിരുന്ന ആൾ. അദ്ദേഹത്തിൻ്റെയും ഞാനും പിന്നെ ഒരു സുനിൽ TT ഞങ്ങളെല്ലാവരും കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി
കേരളത്തിലെ കുറേ ഈ മ്യൂസിക് കോളേജുകളുണ്ടല്ലോ, ഗവൺമെൻറ് മ്യൂസിക് കോളേജ്, അവിടെ IT എനേബിൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ചസ് കൊണ്ടുവരാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറേ ഇപ്പോൾ ഈ ട്രിവാൻഡ്രം മ്യൂസിക് കോളേജിലും ചെമ്പൈ മ്യൂസിക് കോളേജിലും ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോസൊക്കെ കൊണ്ടുവന്നു. ഞങ്ങൾ കമ്മിറ്റി സജസ്റ്റ് ചെയ്തിട്ട് അന്ന് ഇതൊക്കെ വളരെ ഒരു എന്താ പറയുക റെവല്യൂഷണറി, മ്യൂസിക് കോളേജിൽ ഒരു സ്റ്റുഡിയോ വരിക എന്ന് പറയുന്നത് വലിയ കാര്യം. അങ്ങനെ ഞങ്ങളുടെ ഈ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അവിടെ ഒരു സ്റ്റുഡിയോ ഈ 2 സ്ഥലത്തും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബേബി സാറാണ് പറഞ്ഞത് നമുക്കൊരു മ്യൂസിക് അധിഷ്ഠിതമായിട്ടുള്ള കോഴ്സ് വേണം. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മളൊരു പുതിയ കോഴ്സ് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര എതിർപ്പുകളും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നാൽ ശരി, നമ്മുടെ IHRDയുടെ ഭാഗമായിട്ട് തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞ് വടക്കഞ്ചേരിയിൽ ഞങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഓഡിയോ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് തുടങ്ങി. അവിടെ ചെറിയ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ MA ബേബി സാറ് തന്നെയാണെന്ന് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അത്. അപ്പോൾ അവിടെ തുടങ്ങി. അത് ഒരു 10 വർഷത്തോളം അത് നല്ല രീതിയിൽ നടന്നു. അപ്പോൾ അതിന് പഠിച്ച ഒരുപാട് പേര് നല്ല നല്ല എന്താ പറയുക പൊസിഷൻസിലാണ്. നമ്മുടെ മലയാള സിനിമ ഫീൽഡിലൊക്കെ ഒരുപാട് നല്ല പൊസിഷൻസ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ചിലർ ഫർദർ സ്റ്റഡീസൊക്കെ എടുത്ത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പഠിച്ചു പോയി. കുറേ പേര് ഇതിൽ ജിക്കു മോൻ, പ്രേംശങ്കർ എന്നൊക്കെ പറയുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പഠിപ്പിച്ച കുറേ സ്റ്റുഡൻസ് തന്നെ ഈ ഫീൽഡിലുണ്ട്. അതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം. അപ്പോൾ പാട്ടുകാരൻ എന്നുള്ളത് മാത്രമല്ല, ഒരു എഡ്യൂക്കേറ്റർ എന്നുള്ളതിലും ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത്, ഞാൻ വീട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്. പാട്ട് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അത് പാട്ടും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഓഡിയോ എഞ്ചിനീയറിങ്ങിൻ്റെ നമ്മളൊരു വീട്ടിൽ സ്വന്തമായിട്ട്, അത് പലർക്കും ഒരാഗ്രഹമാണ്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ തന്നെ പാടി, നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കരോക്കെ ഒക്കെ വെച്ച് പാടി ഇതെങ്ങനെ ചെയ്യും, എങ്ങനെ നമ്മൾ നന്നാക്കി, ഇപ്പോൾ ഒരു ട്രാക്കിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ വോയിസിനെ മിക്സ് ചെയ്ത് എങ്ങനെ അതിനെ EQ കൊടുക്കും, അല്ലെങ്കിൽ കംപ്രഷൻ ചെയ്യും, അല്ലെങ്കിൽ റിവർബ് കൊടുക്കും, ഇത് പലർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്ക് സ്വന്തം ഒരു കമ്പ്യൂട്ടറും ഒരു മൈക്കും ഒരു സൗണ്ട് റെക്കോർഡിംഗ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാം. ഓൺലൈനായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് സംവിധാനങ്ങൾ ഞാൻ കണ്ടു. അതെ ഇതിന്റെ പരിപാടികളാണ്. അതെ, അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, പിന്നെ റെക്കോർഡിംഗ് ഉണ്ട്. അതൊക്കെ അതിൻ്റെ പാരലായിട്ട് നടക്കും. സമുദ്രകനിയുടെ സിനിമയിൽ പാടിയിരിക്കുന്നത് ഞാൻ കണ്ടു. അത് ഹിന്ദി അല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മ്യൂസിക് ഡയറക്ടർ ഇല്ലാതെ പാട്ട് പാടുന്നത്. അത് പറഞ്ഞു ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ ഈ പാട്ട് പാടാൻ പോകുന്ന സമയത്ത് ഇതിപ്പോൾ തൃശ്ശൂർ തന്നെ പാടിയത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ഓണക്കാലത്ത് എന്താ പറയുക, രതീഷിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ തലേ ദിവസം റെക്കോർഡിങ്, ചേട്ടാ ഒരു പാട്ടുണ്ട്, സിനിമ പാട്ടാണ്, ഓണം എന്ന് പറഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞ ഓണമാണ്, ഒരു പാട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ശരി, അപ്പോൾ സ്റ്റുഡിയോ അറിയാലോ. ഞാൻ പറഞ്ഞു അറിയില്ല. അപ്പോൾ അയ്യന്തോളാണ്, ഒന്ന് വരണം എന്ന്. അപ്പോൾ ഞാൻ പുള്ളി ഉണ്ടാകുന്നുള്ള ഇതിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ആളില്ല. അപ്പോൾ ആൾ എന്തോ സുരേഷ് ഗോപി എന്തോ പാട്ട് പാടാൻ വന്നിട്ട് ആളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയിരിക്കുക. അപ്പോൾ അവിടെ സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്. അപ്പോൾ പാട്ട് ഏതാ വെച്ചു. അപ്പോൾ എന്നെ കേൾപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ പത്രീലരത്ത ഓർ പോലു പന്ത്യാറ് ഹെ പൊമറ ഔ കാട്ട ഹാവേ. പിന്നെ ഇത് ഏതാ ഭാഷ? അപ്പോൾ പുള്ളി ഇങ്ങനെ ചിരിക്കുക. അപ്പോൾ പുള്ളിക്ക് എനിക്കറിയില്ല ചേട്ടാ, എന്നോട് പാടിക്കാൻ പറഞ്ഞു. അപ്പം പാടിക്കാൻ പറഞ്ഞ ഭാഷ ഏതാണെന്ന് അറിയണ്ടേ? അല്ല എനിക്കറിയില്ല. അപ്പോൾ ഇത് പാടി വെച്ചിരിക്കുന്ന ഒരു മലയാളിയാണ്. അപ്പോൾ അതിന് മലയാളം സ്ലാങ് ഉണ്ട്. അപ്പോൾ ഞാനാകെ പെട്ടുപോയി. കാരണം ഇത് എങ്ങനെ പാടും? മ്യൂസിക് ഡയറക്ടർ ഉണ്ടെങ്കിൽ പുള്ളി പറഞ്ഞ് നമുക്ക് പാടാം. അപ്പോൾ ഞാൻ രതീഷിനെ വിളിച്ചപ്പോൾ, അല്ല ചേട്ടൻ അത് പാടിക്കുമോ? അപ്പോൾ അത് കുഴപ്പമില്ല, ചേട്ടൻ ഇഷ്ടം പോലെ പാടിക്കുമോ എന്നൊക്കെ പറഞ്ഞു. പുള്ളി എൻ്റെ തലക്കിട്ടു. അപ്പം ഞാൻ പിന്നെ ഇത് എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഒരു ചെകുത്താനെയും കടലിനെയും നടുക്കിലായി. ഒരു സിനിമാ പാട്ടാണ്. അപ്പോൾ ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് പോകാനും പറ്റില്ല. ഇത് ഭാഷ അറിയില്ല, ഒരു സഹായമില്ല. കാരണം എഴുതിയ ആളില്ല. ഇതെന്താ ഭാഷ എന്നറിയില്ല. കാരണം നമ്മൾ തെറ്റ് പാടി കഴിഞ്ഞാൽ ഒരു സിനിമയിൽ നാളെ ജനം കേൾക്കാൻ പോകുന്നൊരു പാട്ടാണ്. അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനായി പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ള എക്സ്പീരിയൻസൊക്കെ വെച്ച് അതിനൊരു കളർ കൊടുത്തു. കാരണം കാരണം ഈ സിനിമ പിന്നെയല്ല വരുന്നത്. എനിക്കിത് എന്താ സിനിമ എന്നും അറിയില്ല. അപ്പോൾ ഒരു പാട്ടിൻ്റെ ഒരു കളർ കണ്ടിട്ട് ഇതൊരു വിപ്ലവ ഗാനമാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൽ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എഴുതിയ കുറച്ച് വരികളുണ്ട്. ചെങ്കടൽ വിരിയുന്ന സന്ധ്യകളെ വന്നേ തരരാരരേ തരരാരരാ തരരാരരാര. അപ്പം എനിക്ക് മനസ്സിലായി ഇതൊരു വിപ്ലവ ഗാനം പോലെ ഒരു സംഭവമാണ്. അപ്പം ഞാൻ ആ ഭാഗം പാടി.
മലയാള ഭാഗം പാടിയിട്ട് പിന്നെയും ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷ രതീഷ് വരും എന്നുള്ള പ്രതീക്ഷയിലിരുന്നു. അപ്പോഴും രതീഷ് പറഞ്ഞു അല്ല ഞാൻ ലേറ്റ് ആവും. അപ്പം എനിക്ക് വേറെ വഴിയില്ലാതെ ഈ മലയാളം കഴിഞ്ഞ് പിന്നെ ഈ സാധനത്തിലേക്ക് ഞങ്ങൾ അറ്റാക്ക് ചെയ്തു. അപ്പം ഞാനും സൗണ്ട് എഞ്ചിനീയറിൻ്റെ കൂടി ഞങ്ങൾ പെരുമാറി. അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അത് ഒരു കളർ കൊടുത്തു വരും. അപ്പം എൻ്റെ മനസ്സിൽ മുഴുവൻ പേടിയായിരുന്നു എങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഞാൻ 10 പേരെ വിളിച്ചു. എനിക്ക് പരിചയമുള്ള എല്ലാവരും വിളിച്ചു. ഹിന്ദി അറിയാവുന്ന കുറേ പേരെ വിളിച്ചു. അവരോടൊക്കെ ചോദിച്ചിട്ട് ഹിന്ദി അറിയാവുന്നവർ, ബംഗാളി അറിയുന്ന ഇവരൊക്കെ വിളിച്ചിട്ട് അവരൊക്കെ പറയുന്നത് ഏതാ ഭാഷ ഞങ്ങൾക്കറിയില്ല. അപ്പം ആർക്കും അറിയാത്തൊരു ഭാഷയിലാണ് ഞാൻ പാടിയത്. സത്യം. അല്ലല്ല ഇല്ല. അപ്പം ഞാൻ ആലോചിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനെന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? അതെ, കേട്ടാൽ ആർക്കും മനസ്സിലാവില്ല. അത് ഞാനിത് കാരണം സിനിമയല്ലേ, നമ്മൾ ഇപ്പോഴും നമ്മുടെ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് അത് നന്നാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, അതാണ്, വേറെ ഒന്നുമില്ല. അങ്ങനെ ഞാനിത് പാടി ഞാൻ പറഞ്ഞു അതേ സൗണ്ട് എഞ്ചിനീയറോട് ഞാനത് കൊണ്ടുപോകാം വീട്ടിലേക്ക്. അപ്പോൾ രാത്രി 10 മണിയായി കാണും. അപ്പം ഞാൻ വീട്ടിലെത്തി വീണ്ടും 12 മണിക്കും ഞാനിതിരുന്ന് കേട്ട് എൻ്റെ ചൗഹാൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, ആൾ കളക്ടറായിരുന്നു, UK ചൗഹാൻ, പുള്ളിക്ക് അയച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞു എനിക്കറിയില്ല, പുള്ളി എഴുതുന്ന ഒരാളാണ്, പുള്ളി ട്രാൻസ്ലേഷനൊക്കെ ചെയ്ത് വളരെ ഒരു വലിയ സെലിബ്രിറ്റിയാണ് പുള്ളിക്ക് പോലും അത് മനസ്സിലായില്ല. അപ്പം ഞാൻ ആലോചിച്ചു പുള്ളിക്ക് പോലും അറിയില്ലെങ്കിൽ ഞാൻ ഇതിനായി ടെൻഷൻ അടിക്കുന്നു പറഞ്ഞ് ഞാനത് വിട്ടു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ സ്റ്റുഡിയോയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു രതീഷ് കേട്ടോ, പാട്ട് കേട്ടോ? അയ്യോ അതൊക്കെ കേട്ടു, ഓക്കെ, അതൊക്കെ അയച്ചു കൊടുത്തു, മിക്സിങ്ങിന് അയച്ചു എന്ന് പറയാം. മിക്സിങ്ങിനോ? അപ്പോൾ ഞാൻ വിചാരിച്ചത് വെറുതെ നമ്മളെ ആക്കുമായിരിക്കും, ചിലപ്പോൾ കേട്ട് ഇഷ്ടപ്പെട്ട് കാണില്ല, അതുകൊണ്ട് അവർ വേണ്ടാന്ന് വെച്ച് കാണും, കാരണം രതീഷിനെ വിളിച്ചില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, ഇനി പാട്ട് ഇനി ഇല്ലേ, അപ്പോൾ ഇനി അവർക്ക് ഇഷ്ടപ്പെടാതെ. അങ്ങനെ സിനിമ വന്നപ്പോൾ എനിക്കൊരു ഭയം, ഇതിൽ പാട്ട് നമ്മൾ വലിയ കാര്യത്തിൽ ആരോടെങ്കിലും പറയുന്നതിന് മുമ്പ് ഒരു പരീക്ഷണം വേണ്ടേ. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് ഈ ഓഡിയോ എഞ്ചിനീയറിങ് അവിടെ, അപ്പോൾ അവനോട് പറഞ്ഞു, അവനിപ്പോൾ ബിബിൻ എന്ന പേര്, അപ്പോൾ പുള്ളി ആക്ടറൊക്കെ, വിയാൻ എന്നുള്ള പേരിൽ പുള്ളി ആക്ടറൊക്കെയാണ്. അപ്പോൾ പുള്ളി ഒരു പാട്ടൊക്കെ പാടും, പുള്ളി പാട്ട് ഇഷ്ടപ്പെടുന്നതാണ്. പുള്ളിയെ വിട്ടു ഞാൻ പരീക്ഷ. അപ്പോൾ പുള്ളി തിയേറ്ററിൽ പോയി, സാർ എന്താ സാർ ഈ പാടി വെച്ചിരിക്കുന്നത്, ഭയങ്കര സംഭവമാണ് സാർ, സാറിൻ്റെ വോയിസ് ആ പാട്ടിന് കറക്റ്റ് സമുദ്രക്കനി ഇങ്ങനെ വരുന്നത് ഭയങ്കര ആപ്റ്റാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ല, കാരണം ഞാനീ പാടുമ്പോൾ മ്യൂസിക്കും ഇല്ല, ഒന്നുമില്ല, ഞാനീ പാടുമ്പോൾ അതിന് മ്യൂസിക്കേ ഇല്ല. അപ്പോഴാണ് ഈ രതീഷിൻ്റെ ഒരു കഴിവ് മനസ്സിലാവണം, കാരണം ഇത് പുള്ളി എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, പുള്ളി അവിടെ ഇല്ല, പക്ഷെ ഇത് പാട്ട് കേൾക്കുമ്പോൾ വേറൊരു ലെവലാണ്. കാരണം അതിൽ വന്ന് വീഴുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ അപ്പം നമുക്ക് തോന്നും അയ്യോ ഇത് കറക്റ്റാണല്ലോ സംഭവം എന്നുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ആ സിനിമ ചിത്രീകരിച്ചതിന് ശേഷമാണ് ഞാൻ പാടുന്നത്. സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞു എന്നിട്ടാണ് ഈ പാട്ട് അവിടെ ഇടുന്നത്. അടിപൊളി. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഇങ്ങനെയും ചില വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് പാടി അങ്ങ് അവസാനിപ്പിക്കാം. പാൽ നിലാവിലേ പവനിതൾ പൂക്കളേ താലോലമായി പാടാമിനി ആരാരിരോ. പാൽ നിലാവിലേ പവനിതൾ പൂക്കളേ താരകം ചൊരിഞ്ഞ ബാഷ്പമായി കരളലിയുമീ വിലോല കൗതുകങ്ങളായി താരകം ചൊരിഞ്ഞ ബാഷ്പമായി കരളലിയുമീ വിലോല കൗതുകങ്ങളായി ഇതാ പോയ കാലം നേർത്ത തിങ്കൾ കീറുപോലെ തഴുകുവാൻ വരും പാൽ നിലാവിലേ പവനിതൾ പൂക്കളേ. ഇത് മ്യൂസിക്കോട് കൂടി പാടുമ്പോഴേ രസമുണ്ടാവും. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ മുറിവേറ്റ പൈങ്കിളിക്കൊരു
സ്വരരാഗ കൽപ്പകത്തിൽ തളിർ കൊണ്ടുവാ ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ ചന്ദനക്കാറ്റേ. ഓർത്തിരുന്നു നിന്നെ കാത്തിരുന്നു ഞങ്ങൾ, സ്നേഹമേ നീ മാത്രം വന്നതില്ല. ഓർത്തിരുന്നു ഞങ്ങൾ കാത്തിരുന്നു നിന്നെ, സ്നേഹമേ നീ മാത്രം വന്നതില്ല. കണ്ണീരിൻ മണികൾ പോലും നറുമുത്തായി മാറ്റും ഗാനം നീ പാടാമോ ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ ചന്ദനക്കാറ്റേ. താങ്ക് യു. എല്ലാ പാട്ടും ഞാൻ പറഞ്ഞതൊക്കെ പാടി, അതിന് പ്രത്യേക നന്ദിയുണ്ട്. അപ്പോൾ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ കുറച്ചു നേരം സംസാരിക്കാൻ പറ്റി. നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞ്. താങ്ക് യു. താങ്ക് യു.